നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. 1000 സ്വലാത്ത് പതിവാക്കുന്ന എല്ലാ ആളുകളും സ്വലാത്ത് മത്സരത്തിൽ പങ്കെടുത്ത് കൂടുതൽ സ്വലാത്ത് ചെല്ലുമ്പോൾ ഒരു ദിവസം 40,000 50,000 ഒക്കെ സ്വലാത്ത് ചെല്ലുമ്പോൾ അത് കാണുന്ന മറ്റുള്ളവർക്ക് ഇതെങ്ങനെയാണ് ഇവർ ഇത്രയേറെ സ്വലാത്ത് ചെല്ലുന്നത് എന്നുള്ളൊരു അറിയാനുള്ള താല്പര്യം കൊണ്ട് ചോദിക്കുന്ന പലരും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവരിലേക്കാണ് ഈ വോയിസ്. ഒരു ദിവസം ഇപ്പോൾ ചരിത്രത്തിൽ തന്നെ 40,000 50,000 ഒക്കെ സ്വലാത്ത് ചെല്ലുക മഹാന്മാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ദിവസം എങ്ങനെയാണ്, അപ്പോൾ അവർ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഇതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് എങ്ങനെയാണ് ഇത്രയേറെ ചെല്ലാൻ കഴിയുന്നത്? ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം നമുക്ക് അറിയാലോ. റമദാനിൽ 2 ഹത്തും അല്ലാത്തപ്പോൾ 1 ഹത്ത് ഓതുന്നുണ്ട്. തജ്വീദ് പ്രകാരം ഓതുകയാണെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായി എന്നും പാരായണം ചെയ്യുന്നവർക്ക് അത് എളുപ്പമായിരിക്കും. ഒരു 20 മിനിറ്റൊക്കെ ഒരു ജ്യൂസ് കഴിയും. അല്ലെങ്കിൽ അല്ലാത്തവർക്കൊരു 30 മിനിറ്റ് വേണം. 10 മണിക്കൂർ കൊണ്ട് ഒരു ഹത്തം തീർക്കാൻ പറ്റും. ഇല്ല സാധാരണയിൽ ഇതായി ഓതുന്നവർക്ക് 15 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സമയത്തിൽ എങ്ങനെ ഇത് കഴിയണം എന്നുള്ളതാണ് അതിലെ സമയത്തിൻ്റെ ബർക്കത്ത്. അപ്പോൾ ഈ സമയം എങ്ങനെ കൂടുതൽ അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിന് ഇന്നത്തെ കാലത്ത് ഒരു സമാനമായ ഉദാഹരണം പറയുകയാണെങ്കിൽ വാട്സപ്പിൽ ഇപ്പോൾ നിങ്ങൾ എനിക്കൊരു വോയിസ് ഒരു 2 മിനിറ്റിൻ്റെ വോയിസ് വിടുകയാണെങ്കിൽ ആ 2 മിനിറ്റ് വേണമല്ലോ അത് കേൾക്കണമെങ്കിൽ. പക്ഷെ അതിനൊന്ന് സ്പീഡപ്പ് ആക്കിയിട്ട് അത് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ കേട്ട് തീർക്കാനുള്ള ഒരു ഓപ്ഷൻ വോയിസിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 1.5 സെക്കൻഡിലോ 2 സെക്കൻഡിലോ സ്പീഡാക്കാൻ പറ്റും. അപ്പോൾ അത് 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ വോയിസ് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് കേട്ട് തീർക്കാൻ പറ്റും. പക്ഷേ അവിടെ 1 മിനിറ്റ് ലാഭമുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മുഴുവനായിട്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. അവിടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്, പക്ഷെ സമയത്തിൻ്റെ അധികം നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഈ ഒരു സമാനമായി നമുക്ക് ഇതിനോട് യോജിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യത്തിലേക്ക് ഇപ്പോൾ 100 സ്വലാത്തിൽ 5 മിനിറ്റ് ആണെങ്കിൽ 1000 സ്വലാത്തിൽ 50 മിനിറ്റ് മതിയെങ്കിൽ അതിനേക്കാൾ നിങ്ങൾ 10,000 അതിനേക്കാൾ കൂടുതലൊക്കെ എത്തുമ്പോൾ 1000-ന് കൂടുതൽ പോകുമ്പോൾ അവിടെ നിന്ന് സമയം കൂടുതൽ വേണമെന്നായിരിക്കും നമ്മുടെ ചിന്ത. പക്ഷെ സമയം കുറയുള്ളൂ. അത് നിങ്ങൾ ചെല്ലും പറയും. ഉദാഹരണം വീണ്ടും പറയുമ്പോൾ 1000 സ്വലാത്ത് തന്നെ ചെല്ലാൻ ഇത്രയേറെ പ്രയാസമാണ് എന്ന് നിൽക്കുന്ന ഒരേ ആളുകൾ ഇന്ന് 1000 ചെല്ലി പൂർത്തിയാകുമ്പോൾ അവർ പറയാറുണ്ട്, എൻ്റെ എത്രയോ ദിവസങ്ങൾ നഷ്ടമായി, ഇത്ര എളുപ്പമായിരുന്നു 1000 സ്വലാത്ത് ചെല്ലി എന്ന് പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. കാരണം നമ്മളൊരു കാര്യത്തിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ അനുഭൂതി നമുക്കറിയുള്ളൂ. അത് മറുവശത്ത് നിന്ന് നമ്മൾ നോക്കി കാണുമ്പോൾ ഇത് ഇവരെങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ഒരു വിമർശനാത്മകമായിട്ട് നമുക്കിത് നോക്കിക്കാണാൻ കഴിയുള്ളൂ. നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അതറിയാം. നമ്മൾ കൂടുതലിലേക്ക് അടുക്കുമ്പോൾ അത് സമയത്തിൽ ബർക്കത്തുണ്ടാകും, കൂടുതൽ എളുപ്പമായിരിക്കും. കൂടുതൽ ചെല്ലുമ്പോൾ കൂടുതൽ സമയം കൂടുതലല്ല വേണ്ടി വരും, അവിടെ സമയത്തിൽ കുറവാണ് വരിക. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം എന്ന് ഇന്ത്യയിൽ നിന്ന് 40 തവണ നടന്നുകൊണ്ട് ഹജ്ജിന് പോയി പറഞ്ഞു. അവരൊരു കാല് വെച്ച് അടുത്ത കാലം എവിടെ എത്തുന്നത് അതന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ സമയത്തിൽ ദൂരമുണ്ട്. അതേപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം കാറ്റിന് കീഴ്പ്പെടുത്തി കൊടുത്താണ്. അവർക്ക് സെക്കൻഡുകളിലേക്കുള്ളിലെത്തും. ഇനിയിപ്പോൾ ഔലിയാക്കളും പ്രവാചകന്മാരും ആയിരിക്കും, പക്ഷെ സാധാരണക്കാരായി നമുക്ക് അങ്ങനെ കിട്ടും സ്വലാത്ത് കൊണ്ട്. നമ്മൾ ഏതൊരു കാര്യത്തിൽ ഇബാദത്തിൽ അള്ളാഹുവിലേക്ക് അടുത്ത് മുഴുകി നിൽക്കുമ്പോൾ, അതും ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അള്ളാഹുവുമായിട്ടൊക്കെ നമ്മൾ മഹബത്ത് വെച്ച് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും ബർക്കത്തുണ്ടാവും. സമയത്തിൽ ബർക്കത്തുണ്ടാവും, ജോലിയിൽ ബർക്കത്തുണ്ടാവും, എല്ലാ കാര്യവും ഒരു എളുപ്പമായിരിക്കും. കാര്യങ്ങൾ ചിലപ്പോൾ ദൂരങ്ങൾ ഒരുപാടുണ്ടാകുകയായിരിക്കും, പക്ഷെ ആ ദൂരങ്ങൾ ലഘൂകരിക്കപ്പെടും. സമയങ്ങൾ കൂടുതൽ കാണും, പക്ഷെ അത് കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഇതിലായിരിക്കും കാര്യങ്ങൾ എളുപ്പം. അത്തരം വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരാൾ ഇത്ര ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അയാളെന്നാൽ പിന്നെ ഫറളും സുന്നത്തും എല്ലാ കാര്യങ്ങളും ഖുർആനും നോമ്പെടുക്കലും ഫറളായ കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ അതോടൊപ്പം സ്വലാത്തും ഉണ്ട്. പക്ഷെ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ അവിടേക്ക് എത്തുമ്പോഴാണ് നമുക്കതിൻ്റെ അനുഭൂതി അറിയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാലോ അത് നമുക്ക് അതെന്താ അങ്ങനെയെന്ന് ഇങ്ങനെ നോക്കാനേ പറ്റുള്ളൂ. പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ നമ്മളും അവരെപ്പോലെ നമ്മളും കൂടുതൽ സ്വലാത്ത് ചൊല്ലി നമ്മൾ ആ നാവിനെ പച്ച പിടിപ്പിച്ച് കൂടുതൽ ചെല്ലുമ്പോൾ അത് നമുക്ക് അതിൻ്റെ അനുഭൂതി മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ സമയത്തിൽ കുറവാണ് വരിക.
കൂടുതലല്ല വരും. ആ കാര്യം വീണ്ടും നമ്മൾ കൂടുതൽ ചെല്ലുമ്പോൾ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ചെല്ലാൻ കഴിയും. അള്ളാഹു തൗഫീഖ്.